ഹായ് ഹലോ. കുറേ ആയി റിയലിസ്റ്റിക് പെയിൻറ്റിങ് ചെയ്യണമെന്ന് കരുതിയിട്ട് അങ്ങനെ പിൻട്രസ്റ്റിൽ എപ്പോഴും സേവ് ചെയ്ത് വെച്ചൊരു പിക്ചറാണ് ചോക്ലേറ്റ് ഡിപ്പ്ഡ് സ്ട്രോബെറി. അപ്പോൾ ഇവിടെ ഞാൻ ഡോംസിൻ്റെ വാട്ടർ കളർ ഉപയോഗിച്ചാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഒരു അടിപൊളി എനിക്കത് ഞാൻ എന്തായാലും ഒരു ബിഗിനർ എന്ന് വേണം തന്നെ പറയാൻ. സത്യത്തിൽ ഞാനൊരു ബിഗിനറാണ്, പെയിൻറ്റിങ്ങിനൊരു ബിഗിനറാണ്. ചെറുതായിട്ടൊക്കെ ഡ്രോയിങ് ചെയ്യുന്നല്ലാതെ പെയിൻറ്റിങ് ഞാൻ കൂടുതൽ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ പെയിൻറ്റിങ്ങിൽ ഞാൻ ഒരു ബിഗിനർ തന്നെയാണ്. അപ്പോൾ ഈ ബിഗിനറായവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ കളർ ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് ആദ്യം പേപ്പറിലൊന്ന് വെറ്റ് ചെയ്യണം. വെറ്റ് ചെയ്തതിന് ശേഷം ലൈറ്റിൽ നിന്ന് ഡാർക്കിലോട്ട് വേണം കളർ ചെയ്ത് വരാൻ. ഒരിക്കലും ഡാർക്ക് ഫസ്റ്റ് തന്നെ അപ്ലൈ ചെയ്യരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ലൈറ്റിലോട്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാക്സിമം ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ ഈ റിയലിസ്റ്റിക് പെയിൻറ്റിങ് നമുക്ക് കാണുമ്പോഴുണ്ടല്ലോ, ഫസ്റ്റ് കാണുമ്പോൾ വലിയൊരു അപ്പോൾ അത്ര നമുക്കൊരു ഇത് കിട്ടില്ല, റിയലിസ്റ്റിക് ആണെന്നുള്ള കിട്ടില്ല. ലാസ്റ്റ് അതിൻ്റെ എൻഡിങ് കാണുമ്പോൾ നമുക്ക് തൊട്ടടുത്ത് കാണുമ്പോൾ നമുക്ക് വല്ലാതെ റിയലിസ്റ്റിക് തോന്നില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സ്ട്രോബെറി ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തതുപോലെ ഉണ്ട് നമുക്ക് കൂടുതലും തോന്നൽ. കൂടുതലൊന്നുമല്ല, കറക്റ്റ് ഒരു റിയലിസ്റ്റിക് ആയിട്ടൊരു സ്ട്രോബെറി ആയിരിക്കും. അങ്ങനെ ഉണ്ട് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നത് വല്ലാത്തൊരു ഇൻട്രസ്റ്റ്മെൻ്റാണ് ഈ ഒരു പെയിൻറ്റിങ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ഞാനൊരു ബിഗിനറായി എനിക്ക് ഇത്രയും കഴിയുന്നുണ്ടെങ്കിൽ ഇതൊരു പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ആർട്ടിസ്റ്റ് തന്നെ ആവാം. അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. നിങ്ങൾക്കൊക്കെ എന്ത് തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇഷ്ടമായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി എന്ത് പിക്ചറാണ് വരക്കേണ്ടതെന്നും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ഹെൽപ്പായിരിക്കും. റിയലിസ്റ്റിക്കായി തോന്നിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി എന്ത് വീഡിയോ ആണെന്നുള്ളത് കമൻറ്റും കൂടെ ചെയ്യുക. ഓക്കെ, ബൈ.